ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ കർത്താവ് നമ്മെ കൊണ്ടുവന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹിതരായ ദൈവമക്കളും, വിശേഷാൽ ദൈവദാസന്മാർ, പാസ്റ്റർ ജോബിൻ ജോസഫ്, അതോടൊപ്പം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലൈജു PJ, കർത്താവിൻ്റെ ദാസൻ, ഇന്ന് പകൽക്കാലം അനുഗ്രഹീത വചനങ്ങൾ ദൈവം നമുക്ക് തരുവാനിടയായി. ഹല്ലേലൂയ. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്നുള്ള നിമിഷം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് ഹല്ലേലൂയ ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടും. കർത്താവെ, എന്നോട് ഇടപെടണമേ, സംസാരിക്കണം. ഇന്ന് പകൽക്കാലം രൂത്തിൻ്റെ ദൈവത്തെക്കുറിച്ച്, നവോമിയുടെ ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ദാസനിലൂടെ വ്യക്തമായി നമ്മോട് സംസാരിപ്പാനിടയായി. ഈ രാത്രിയിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിപരമായും ഹല്ലേലൂയ സഭയോടുമൊക്കെയുള്ള ദൈവത്തിൻ്റെ വചനം, ആലോചന, ഹല്ലേലൂയ ദൈവശബ്ദങ്ങളായി തന്നിൽ നിന്ന് ദൈവം തരേണ്ടതിനായി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ വളരെ ആദരവോടെ തുടർന്നുള്ള സമയത്തെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളും. FAC ലേഖനം 1-ാമത്തെ അധ്യായം 18, 19, 20 വാക്യങ്ങൾ അല്പം. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും അവന്റെ വിളിയാലുള്ള ആശ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല രാത്രിക്കായി ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ ഈ സെക്ഷനിലും ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവ അവസരങ്ങളെ നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെയായിരിക്കുന്ന ബഹുമാന്യ കർത്തദാസന്മാർ, ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TM കോശി അവറുകൾ, തൻ്റെ കുടുംബം, ബഹുമാന്യ കർത്തദാസൻ ജോബിൻ പാസ്റ്റർ, കടന്നു വന്ന സദസ്സിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവജനമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവ അവസരങ്ങളെ നൽകിയതിനായി നന്ദി പറയുന്നു. എനിക്ക് എന്നെ ക്ഷണിച്ച അവസരങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും എല്ലാറ്റിനുമായി കർത്തദാസന്മാരുടെ സഭയോടും പ്രത്യേക നന്ദി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് ഈ രാത്രി നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ അത്രയും പറഞ്ഞു വായിച്ച വാക്യത്തിൽ വേഗത്തിൽ എൻ്റെ ശ്രദ്ധയെ തിരിപ്പാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് ഈ രാത്രി നമ്മളോട് സംസാരിക്കട്ടെ. വായിച്ച വാക്യം വളരെ സുപരിചിതമായ ദൈവവചന ഭാഗമാണ്. നിരവധി തവണ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള ഭാഗമാണ്. പ്രസംഗിക്കുകയും അനേക തവണ ഈ വചനഭാഗത്തിൽ നിന്നൊക്കെയും ദൂതുകൾ തയ്യാറാക്കുകയും സന്ദേശങ്ങൾ നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് നല്ല ബോധ്യമുണ്ട്. കർത്താവ് ഈ രാത്രിയിലും നമ്മളോട് ആ വചനത്തിലൂടെ സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. പൗലോസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് FAC ലേഖനം. ലേഖനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് FAC ലേഖനം. പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ ഇടപെടലുകളെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ ഒരു പക്ഷേ അത് ബോധ്യമാകത്തില്ല എങ്കിലും, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ ലേഖനത്തിനകത്ത് പൗലോസ് അടക്കം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും അധികം പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വായിച്ച വാക്യത്തിലേക്ക് വേഗത്തിൽ പറഞ്ഞ് എൻ്റെ സമയപരിധിക്കുള്ളിൽ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സഭയെക്കുറിച്ചും സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ ഇടപെടലുകളെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കൃപയുടെ ലേഖനമെന്നുമൊക്കെ ഈ ലേഖനത്തെ വേദപണ്ഡിതാക്കൾ വിശേഷിപ്പിക്കുകയാണ്. സ്തോത്രം. 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ പൗലോസിൻ്റെ ഇതിനകത്ത് കാണുവാൻ കഴിയുന്നു. അതിലൊരു പ്രാർത്ഥനയുടെ മൊത്തം വാക്യങ്ങൾ നമ്മൾ വായിച്ചില്ല എങ്കിലും 17 മുതലുള്ള വാക്യങ്ങൾ, ഏതാണ്ട് 23, 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആ പ്രാർത്ഥനയുടെ വാചകങ്ങൾ പൗലോസ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 2-ാം അധ്യായത്തിൽ ചെറിയൊരു പ്രാർത്ഥനയും പൗലോസിൻ്റെ പ്രാർത്ഥനയും നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് FAC ലേഖനം. അത്രയും പറഞ്ഞ ആ വാക്കുകൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വായിച്ച
വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 18-ാമത്തെ വാക്യമാണ്. ഏതാണ്ട് 4 പ്രാർത്ഥനാ വാചകങ്ങൾ, വാക്യങ്ങൾ അവിടെ പൗലോസ് ആ സഭയെ മുൻനിർത്തി അവരെ ഒന്നും കൂടെ ധൈര്യപ്പെടുത്തുവാൻ, അവരെ ആത്മീയമായി ഉത്തേജിപ്പിക്കുവാൻ, അവരെ ആത്മീയമായ വളർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത് നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കുക 18-ാമത്തെ വാക്യം. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനും അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും ബലത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന്. 3 കാര്യങ്ങൾ അറിയാൻ പറയുന്നു. ഇതെല്ലാം അറിയണമെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എഫെസോസിലുള്ള ദൈവസഭയിലെ ദൈവമക്കൾ അറിയാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അഴമേറിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് പൗലോസ് പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു എന്ന് പറയുന്നു. 18-ാമത്തെ വാക്യം. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താണ് പൗലോസ് ഈ സഭയോട് പറയുന്നത്? നമ്മുടെ വിളിയുടെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതൊന്ന് വേഗത്തിൽ വാക്യം പറഞ്ഞു വിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് കർത്താവ് നമ്മെ വിളിച്ചത്? അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എന്താണ് നമ്മുടെ വിളിയുടെ പ്രത്യേകത? കർത്താവ് നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അപ്പൊ നമ്മുടെ വിളിയുടെ ഉദ്ദേശം നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. അപ്പൊ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് പൗലോസ് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ ആ വിളിയുടെ ഉദ്ദേശം പൗലോസ് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു എല്ലാ പ്രാർത്ഥനയുടെ ഉദ്ദേശം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധി വർദ്ധിക്കണം. എന്തെല്ലാം നമുക്ക് ലഭ്യമാകുന്നതോടൊപ്പം തന്നെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്നും കൂടെ നമ്മുടെ വിശുദ്ധ ജീവിതം, വിശുദ്ധിയിലേക്ക് വർദ്ധിച്ചു വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യൂദയുടെ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി. കർത്താവ് നമ്മെ കാണാൻ ആഗ്രഹിക്കുന്ന ഒറ്റ രീതിയിലേ ഇഷ്ടമുള്ളൂ. എങ്ങനെയാകണം? നാം എല്ലാവരും ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ദൈവത്തിന് ഒറ്റ ഉദ്ദേശമേ നമ്മെക്കുറിച്ചുള്ളൂ, ഒറ്റ ഉദ്ദേശം. എന്താണ് ആ ഉദ്ദേശം? നാം എല്ലാവരും എന്തായി മാറണം? ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകുക. ആ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചേക്കാം. പക്ഷേ ആത്യന്തികമായി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിൽ വിശുദ്ധരായി തീരുക എന്നുള്ളതാണ്. എത്ര പേർക്ക് ഈ പകൽ രാത്രി സന്തോഷമുണ്ട്? എത്ര പേർ ഈ വാക്യത്തോട് ആമേൻ പറയാനിടയായി തീരും? നാം ദൈവസന്നിധിയിൽ വിശുദ്ധരായി തീരുക. വിശുദ്ധരായി കഴിഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ട് സാധ്യമായി തീരത്തില്ല. ദിനം പ്രതി നാം വിശുദ്ധന്മാരായി വിശുദ്ധ ജീവിതം നയിക്കാനാ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ലഭ്യമായ എല്ലാ അവസരങ്ങളും, ലഭ്യമായ എല്ലാ പദവികളും, ലഭ്യമാകുന്ന ഈ ലോകത്തിൽ ലഭ്യമാകുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളുടെയൊക്കെ പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നാം ദൈവസന്നിധിയിൽ എന്തായി മാറണം? ദൈവസന്നിധിയിൽ വിശുദ്ധരായി തീരണം. അത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വാക്യം ഓർമ്മ വരികയാണ്. ഞാൻ സമയത്തെ ഭയപ്പെടുന്നു. എലീശയെക്കുറിച്ച് പറയുന്നു. ശൂനേംകാരത്തി തൻ്റെ ഭർത്താവിനോട് പറയുന്നു, ഈ വഴിയായി കൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ആ മനുഷ്യൻ ആരാണ്? വിശുദ്ധനായൊരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു.
ഇന്ന് ആളുകൾക്ക് ആവശ്യം, ലോകം ആഗ്രഹിക്കുന്നത് പ്രവാചകന്മാരെ, അപ്പോസ്തലന്മാരെ. ഇതിന് ഞാനെതിരില്ല. പക്ഷേ ദൈവത്തിൻ്റെ നോട്ടത്തിൽ നാം എന്തായി മാറണം? വിശുദ്ധരായി മാറണം. ഈ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ ഒരു ദൈവപുരുഷനെന്ന്, വിശുദ്ധനായ ദൈവമനുഷ്യനെന്ന് ഭർത്താവിനോട് ഭാര്യ കമൻ്റായിട്ട് പറയുകയാ. പല പ്രാവശ്യം ഭക്ഷണത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചു, പക്ഷേ അദ്ദേഹം പോയില്ല. ഞാൻ സാധാരണ പറയണ്ടോ, ഒറ്റയടിക്ക് നിർബന്ധിച്ചൊന്നും പോയി ഭക്ഷണം കഴിക്കണ്ട. നിങ്ങളുടെ പിണങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അവരവരുടെ മാന്യത അനുസരിച്ച് വിളിക്കുന്നതാവാ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഞങ്ങൾ ട്രാക്റ്റ് കൊടുക്കാനും പരിശോധനയൊക്കെ പോകുമ്പോൾ അവരവരുടെ മാന്യത അനുസരിച്ച് എന്ത് ചെയ്യും? വരാൻ പറഞ്ഞൊക്കെ വിളിക്കും. സ്തോത്രം. ആ ഒരു വിളി നമ്മൾ മുതലെടുക്കാൻ പാടില്ല. ഒറ്റ വിളിക്ക് പോയി എന്ത് ചെയ്യരുത്? ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നുള്ള ദൈവദാസന്മാരോടുള്ള എൻ്റെ ചിന്ത അതാണ്. വേണ്ടപ്പെട്ട ഫാമിലിയാണോ കുഴപ്പമില്ല. യാദൃശ്യമായി കാണുന്ന ഒറ്റ വീട്ടിൽ പെട്ടെന്ന് കയറി എന്ത് ചെയ്യണ്ട, നിർബന്ധിച്ച് പിന്നെ പോകുമ്പോൾ നിർബന്ധിച്ചിട്ട് ഒടുവിൽ അത് കയറുകയാണ്. പക്ഷെ അതുകൊണ്ട് എന്താ ഗുണം എന്താണെന്നറിയാമോ? ഏലീശയ്ക്ക് വേണ്ടി ശൂനേംകാര്യത്തിയുടെ വീട്ടിൽ ഒരു മുറി പണി കഴിപ്പിച്ചു. എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി അവിടെ ആ ദൈവപുരുഷന് വേണ്ടി ഒരു റൂം അവിടെ ഒരുക്കപ്പെടുകയാണ്. ഇന്ന് ലോകത്തിന് ആവശ്യമായിരിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രവാചകന്മാരെ, അപ്പോസ്തലന്മാരെ, രോഗശാന്തിക്കാരെയാ. ഇതിനൊന്നും ഞാൻ എതിരില്ല. പക്ഷേ വിശുദ്ധന്മാരായ പ്രവാചകന്മാരെ ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്, വിശുദ്ധന്മാരായ അപ്പോസ്തലന്മാരെ ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത്. നിങ്ങളെന്നോട് ചേർന്ന് ആമേൻ പറയാനിടയായി തീരുമോ? ലോകത്തിൽ ഒത്തിരി പ്രവാചകന്മാരുണ്ട്, ഒത്തിരി അപ്പോസ്തലന്മാരുണ്ട്, പക്ഷേ അവരാരും വിശുദ്ധന്മാരല്ല. ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വിശുദ്ധന്മാരായ, വിശുദ്ധമതികളായ ദൈവപുരുഷന്മാരെ, വിശുദ്ധന്മാരായ ആളുകളെയാണ് ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത്. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അതുകൊണ്ടല്ലേ ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ അടുക്കൽ 99-ാമത്തെ വയസ്സിൽ യഹോവയായ ദൈവം പ്രത്യക്ഷനായിട്ട് പറയുന്നു, അബ്രഹാമേ, എനിക്കും നിനക്കും തമ്മിൽ ഒരു നിയമമുണ്ട്, ഒരു ഉടമ്പടിയുണ്ട്. ഞാനൊരു ഉടമ്പടി സ്ഥാപിക്കാൻ പോകുക. ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. എന്താണ് ആ ഉടമ്പടി? എന്താണ് ആ നിയമം? എന്താണ്? ഞാൻ നിന്നൊരു വലിയ ജാതിയാക്കി തീർക്കാൻ പോകുക. 10-24 വർഷമായി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയ അബ്രഹാമിന്റെ അടുക്കൽ എല്ലാ സന്ദർഭങ്ങളും ദൈവം ഇടപെടുമ്പോൾ അനുഗ്രഹത്തിന് ദൂത് പറഞ്ഞ് അബ്രഹാം കേട്ട് ഇത് മടുത്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ വലിയ ജാതിയാക്കും, നിന്റെ പേര് വലുതാക്കുമെന്ന് പറഞ്ഞ് കേട്ട ദൂതുകളെല്ലാം ഇങ്ങനെ കേൾക്കുക. പക്ഷേ 99-ാമത്തെ വയസ്സിൽ യഹോവയായ ദൈവം പ്രത്യക്ഷനായിട്ട് കേൾക്കാത്ത ഒരു ദൂത്, ഘടകവിരുദ്ധമായി കേട്ടിട്ടില്ലാത്തൊരു സന്ദേശം യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയാണ്, അബ്രഹാമേ, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനാകേണം. എനിക്കും നിനക്കും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്, ഒരു നിയമമുണ്ട്. ഞാനത് സ്ഥാപിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ 24 വർഷം ദൈവത്തെ ആരാധിച്ചിട്ട് ലഭ്യമാകാത്ത വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിക്കാൻ പോകുകയാണ്. അതിനൊറ്റ കണ്ടീഷൻ, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനാകേണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, 24 വർഷം ആരാധിച്ചിട്ട് ദശാംശം കൊടുത്തിട്ട് ലഭ്യമാകാത്ത ഒരു വാഗ്ദത്ത സന്തതി ഇപ്പൊ ലഭ്യമാകാൻ പോകുക. അതിന്റെ വ്യവസ്ഥിതി എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനാകേണം. ദൈവത്തിന്റെ വിളിയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമുക്കെല്ലാം ലഭ്യമാകുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒറ്റ ലക്ഷ്യം, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരായി തീരുക, നാം അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി തീരുകയാ. വിശുദ്ധന്മാരെ ചേർക്കാനാണ് യേശു മടങ്ങി വരുന്നത്. പെന്തക്കോസുകാരെ ചേർക്കാനല്ല യേശു വരുന്നത്. അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കപ്പെടുന്ന വിശുദ്ധന്മാരെ ചേർക്കുക. താമസമിന, യേശു മടങ്ങി വരാറായി. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? കരങ്ങൾ ഉയർത്തി കർത്താവിന് രാത്രി മഹത്വം കൊടുക്കാൻ കഴിയുമോ?
സ്തോത്ര, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരായി തീരുക. രണ്ടാമത്തെ വാക്യം ആ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്, അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ആ വാക്യത്തിന് ഒരു വാക്യോടെ വായിക്കുക. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. എന്താണ് അവകാശത്തിൻ്റെ മഹിമാധനം? കൊലോസ്യ ലേഖനം 1:27. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ആ മർമ്മത്തിന്റെ മഹത്വം എന്താന്ന് ചോദിച്ചാ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉള്ളിലിരിക്കുന്നു. സ്തോത്രം. അവന്റെ അവകാശത്തിന്റെ മഹിമാധ്വനം എന്നെന്ന് ചോദിച്ചാൽ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അതരത്തിൽ, നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അവനോട് കൂടെയുള്ളവനേക്കാൾ വലിയവനായ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ അകത്ത് കർത്താവുണ്ട്. ആ ബോധ്യമുള്ളവര് കരങ്ങൾ ഉയർത്തി രാത്രി ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തുണ്ട്. ഈ ലോകത്തിൽ നാം വ്യത്യസ്തരാ പ്രിയരെ. അത് നമ്മുടെ കർത്താവ് നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ്. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാ പ്രിയപ്പെട്ടവരെ. നമ്മെ വ്യത്യസ്തനാക്കുന്നതിന് നമ്മുടെ അകത്ത് നമ്മുടെ കർത്താവുണ്ട്. അവനോട് കൂടെയുള്ളവനേക്കാൾ വലിയവനായ ഒരു കർത്താവിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ അകത്തുണ്ട്. നിങ്ങൾ ദൈവത്തിന് മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അറിയുന്നില്ലയോ? നമ്മുടെ അകത്ത് സ്തോത്രവും വലിയ കർത്താവുണ്ട്. പൗലോസ് എഫെസിലെ സഭയോട് പറയുന്നു, നിങ്ങൾ ആത്മീയമായി വളർച്ച പ്രാപിക്കപ്പെടണം. നിങ്ങളുടെ വിളി തിരിച്ചറിയപ്പെടണം. നിങ്ങളുടെ അകത്ത് ആരാ ഇരിക്കുന്നത് ബോധ്യമുണ്ടാകണം. അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നറിയേണ്ടതിന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന കഴിഞ്ഞു. മൂന്നാമത്തെ പ്രാർത്ഥനാ വാക്യം ഇങ്ങനെയാണ്. മൂന്നാമത്തെ വാക്യം കൂടെ വായിക്കാമോ? 19-ാമത്തെ വാക്യം. വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടെ വാചകത്തിൽ ഒരു പദം ഇങ്ങനെ ചേർത്ത് പറഞ്ഞു, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മറ്റൊരു ലക്ഷ്യം നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. പുറമെയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷീണിച്ച് തളർന്നുവൊക്കെ പോകുമ്പോൾ ശാരീരികമായൊക്കെ ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന്, അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് കഴിഞ്ഞാൽ, അകത്തെ മനുഷ്യൻ ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ പുറത്തു വിടുതലുകൾ സംഭവിക്കും. എത്ര പേര് രാത്രി ആമേൻ പറയും? ഇന്ന് രാത്രി അകത്തെ മനുഷ്യൻ ധൈര്യപ്പെട്ടാൽ, അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് കഴിഞ്ഞാൽ, അകത്തെ മനുഷ്യൻ ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ, ഈ രാത്രി ഒരു കാര്യം ഉറപ്പാണ്, പുറത്തു വിടുതലുകൾ സംഭവിക്കപ്പെടും. പുറത്തു ദൈവപ്രവർത്തികളെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് 133-139 സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ കിടപ്പും നീ ശോധന ചെയ്യുന്നു. 133-ാമത്തെ വാക്യം ഇതാണ്, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. ക്ഷീണത്തോടെ, തളർച്ചയോടെ, ഭാരത്തോടെയാണ് പ്രാർത്ഥിക്കാൻ പായിട്ട് മുറിക്കകത്ത് കയറി പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ എന്തൊന്നില്ലാത്തൊരു ബലം അകത്തു വ്യാപരിക്കപ്പെടാനിടയായി. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അകത്തെ മനുഷ്യൻ ബലപ്പെട്ട, അകത്തെ മനുഷ്യൻ കരുത്താർജിച്ച, ഇന്ന് രാത്രി ഒരു കാര്യം ഉറപ്പാണ്, പുറത്തു വിടുതൽ സംഭവിക്കും. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി പുറത്ത് എന്തെല്ലാം നടക്കട്ടെ, അകത്തെ മനുഷ്യൻ ഈ രാത്രി കരുത്താർജിച്ചാൽ ഉറപ്പായും അത്ഭുതങ്ങൾ കാണും. അത്ഭുതങ്ങൾ കാണും, വിടുതലുകളെ കാണും, ദൈവപ്രവർത്തികൾ അനുഭവിക്കാൻ കഴിയും. സ്തോത്രം. അവൻ്റെ ബലശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ, ജോവൻ പാസ്റ്ററൊക്കെ സവിസ്തരം ആ വിഷയത്തെക്കുറിച്ചൊക്കെ നന്നായി പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നാം ആൾ മാറിയവരെ പോലെയാകും. സ്തോത്രം, സ്തോത്രം. ഇത് പുറത്തു വിടുതല. അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രി ശക്തിപ്പെടണം.
അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാപിച്ച അഭിഷേകം നഷ്ടപ്പെട്ടു പോകുമോ? പ്രാപിച്ച പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകുമോ? സ്തോത്രം, 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 സ്തോത്രം. നമ്മളിപ്പം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് പറഞ്ഞിരിക്കും. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. നമ്മുടെ ജീവിതം ക്ലിയർ അല്ലെങ്കിൽ, നേരെ അല്ലെങ്കിൽ വന്ന ദൈവശക്തി നമ്മിൽ നിന്ന് മാറിപ്പോകും. പഴയ നിയമത്തൊരു തെളിവ് വായിക്കാം. 51 സങ്കീർത്തനം 11 വാക്യം. ദാവീദിന്റെ മനോഹരമായൊരു സങ്കീർത്തനമാണ്. 51 സങ്കീർത്തനം 11 വാക്യം. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും. ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളിൽ വളരെ മനോഹരമായൊരു സങ്കീർത്തനം 51 സങ്കീർത്തനം. ആ ദൈവമനുഷ്യൻ്റെ, ആ രാജാവിൻ്റെ, രാജാവെന്ന പദവിയെല്ലാം മാറ്റിവെച്ചു. നാഥാൻ പ്രവാചകൻ ചെന്ന് ആ മനുഷ്യനോട് ദൂത് പറയുന്നുണ്ട്. ഈ സത്യത്തിൽ ഈ രാജാക്കന്മാരോടൊക്കെ ദൂത് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഒറ്റയടിക്ക് നീ ഭാവിയാണെന്നൊന്നും എന്ത് ചെയ്യരുത്, പറയരുത്. പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ കോപം ചൊല്ലിക്കും. അതിന് ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് നാഥാൻ പറയുന്ന ഒരു രീതിയുണ്ട്. ആ മനുഷ്യനോട്, രാജാവിൻ്റെ അടുക്കൽ ചെന്ന് നാഥാൻ പ്രവാചകൻ സംസാരിക്കുമ്പോൾ, ഒരു മനുഷ്യന്, ഒരു സാധു കുടുംബത്തിലൊരു മനുഷ്യന് 2 ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. അതേ പട്ടണത്തിൽ ഒരു ധനവാനായ മനുഷ്യന് ഒത്തിരി ആട്ടിൻകുട്ടികളുണ്ട്. ധനവാന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നപ്പോൾ ദരിദ്രന്റെ വീട്ടിലുണ്ടായിരുന്ന 1 ആട്ടിൻകുട്ടിയെ പിടിച്ച് അറുത്തു. ഈ കഥ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ദാവീദിന്റെ മുഖം മാറി. കഥ പറയുമ്പോൾ ആരെങ്കിലും ദേഷ്യപ്പെടുവോ? കഥ പറഞ്ഞപ്പോൾ ദാവീദ് ഇത് കേട്ട് കഴിഞ്ഞ് ദാവീദിന്റെ അകത്തു കിടന്ന രോഷം അങ്ങനെ തിളച്ചു പൊങ്ങാൻ തുടങ്ങി. കാരണം ധനവാന്റെ വീട്ടിലെ ഗസ്റ്റ് വന്നപ്പോൾ ധനവാന്റെ കൂട്ടി നിൽക്കുന്ന ആട്ടുകൊറ്റനെ പിടിക്കേണ്ടതിന് പകരം ദരിദ്രന്റെ വീട്ടിൽ 1 ആട്ടുകൊറ്റനെ പിടിച്ച് അറുത്ത് അവരെ സൽക്കരിച്ച്. ഈ കഥ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ദാവീദിന്റെ മുഖം അങ്ങോട്ട്, എൻ്റെ ഭാഷയെ പറഞ്ഞ അങ്ങ് തുടുത്ത് ഇങ്ങനെ നിൽക്കുക, ചുമന്നിരിക്കുക. അല്പം രോഷം ആ മനുഷ്യന്റെ അകത്തുണ്ട്. ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞതിൽ നിന്ന് പ്ലേറ്റ് തിരിച്ചിട്ട്, അത് ചെയ്തത് തെറ്റായി പോയെന്ന് ദാവീദ് പറയപ്പെടുമ്പോൾ ദാവീദിന്റെ മുഖത്തു നോക്കി നാഥാൻ മറച്ചു വിളിച്ചു പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ. സ്തോത്രം. അതിനുശേഷമായി ഹൃദയം തകർന്ന്, ഹൃദയം ഉരുകി, നെടുമ്പാട് വീണ് ദാവീദ് എന്ന് പറയുന്ന ഇസ്രായേലിൽ 2ാമത്തെ രാജാവ്, ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നൊക്കെ വിശേഷണമുള്ള ദാവീദ് എന്ന് പറയുന്ന രാജാവ് നെടുമ്പാട് വീണ് കരയുകയാണ്. തനിക്ക് രാജസ്ഥാനം വേണ്ട, പദവി വേണ്ട, കിരീടം വേണ്ട, ചെങ്കോല് വേണ്ട, ഒന്നും വേണ്ട. നെടുമ്പാട് വീടുന്ന ഒറ്റ പ്രാർത്ഥന, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നീ എൻ്റെ മേൽ പകർന്ന ആ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. നാം പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാലും, കർത്താവേ എൻ്റെ കിരീടം പോകരുത്, എൻ്റെ കസേര പോകരുത്, എൻ്റെ ചെങ്കോല് നഷ്ടപ്പെടരുത് എന്ന് നാം പ്രാർത്ഥിച്ചാലും, പക്ഷേ ദാവീദിനെ ദാവീദാക്കി മാറ്റിയത് ആ മനുഷ്യന്റെ മേൽ വെളിപ്പെട്ട ദൈവകൃപയാ. ഇന്ന് രാത്രി ദൈവപൈതലെ നമ്മെ നാമാക്കി മാറ്റിയത് നമ്മുടെ കുടുംബത്തിന് ശ്രേഷ്ഠതയോ മഹിമയോ അല്ല, മറിച്ച് നമ്മുടെ മേൽ വെളിപ്പെട്ട ഒരു അഭിഷേകമുണ്ട്, നമ്മുടെ മേൽ വീണ ദൈവകൃപയുണ്ട്. അതാണ് നമ്മെ ഈ സ്ഥാനത്ത് എത്തിച്ചതെന്ന് ബോധ്യമുള്ളവരെ ഓർത്ത് ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ദാവീദ് നെടുമ്പാട് വീണ് കരയുന്നു, അപ്പാ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നീ എന്റെ മേൽ പകർന്ന് ആ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്.
അദ്ദേഹത്തിന്റെ ഹൃദയം ഉരുകി, ഹൃദയം തകർഞ്ഞ്, ഹൃദയം ഉടഞ്ഞ്, കണ്ണു നനഞ്ഞ് ദൈവസന്നിധിയിൽ എഴുതുകയാണ്, എനിക്ക് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ദാവീദിന് മുമ്പിൽ മറ്റൊരു വ്യക്തമായ തെളിവുണ്ട്. മറ്റൊരു തൻ്റെ കൺമുമ്പിൽ കാണുന്ന മറ്റൊരു ഭീകരമായ കാഴ്ച ദാവീദ് കാണുകയാ. എന്താണ് കാണുന്ന കാഴ്ച? ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിരുന്ന ശൗലിനെ ദൈവം തള്ളി. ശൗലിന് മേൽ വെളിപ്പെട്ട ആത്മാവ് അവനെ വിട്ടുമാറി. 40 വർഷത്തേക്ക് തെരഞ്ഞെടുത്ത ശൗലിനെ വർഷങ്ങൾക്കുള്ളിൽ ആ സ്ഥാനത്തിന് മാറ്റി. ആ ചരിത്രം തന്റെ കൺമുമ്പിൽ നിൽക്കപ്പെടുമ്പോ ദാവീദ് ഇവിടെ നെടുമ്പാട് വീണ് കരയുന്നു, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. എന്നെ മേൽ പകർന്ന അഭിഷേകം പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് ഇന്ന് രാത്രിയിലും എടുക്കരുതേ. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിനകത്തും തെളിവ് കിടക്കുകയാ. ഇന്ന് രാത്രി സ്തോത്രം, പ്രമാണത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവന്റെ മേൽ നിലനിൽക്കപ്പെടുന്ന പറയുന്ന ആത്മാവിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അശുദ്ധിയുള്ള ഇടത്ത് ഈ ആത്മാവ് വാസം ചെയ്യത്തില്ല. എത്ര പേര് ആമേൻ പറയും? യേശു ഈ ആത്മാവിനെ കുറിച്ച് പറയുന്നു, സത്യത്തിന്റെ ആത്മാവ്. കള്ളം പറഞ്ഞിട്ട് ഈ ആത്മാവ് തുണ നിൽക്കുമോ? എനിക്കറിയില്ല. നിങ്ങൾ ആമേൻ പറയുന്നില്ല. സ്വോത്രം 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 സ്വോത്രം. അല്ലെ ആത്മാവിൻ്റെ പേര് മാറ്റണം, സത്യത്തിൻ്റെ ആത്മാവല്ലെന്ന് പറയണം. സത്യത്തിൻ്റെ ആത്മാവ്, എനിക്ക് പദം ഭയങ്കര ഇഷ്ടമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിനകത്തുണ്ട് 14-ാമത്തെ അധ്യായത്തിൽ ആ വാക്യമുണ്ട്, വായിക്കണ്ട. സ്തോത്രം. ഈ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും. നമുക്ക് അന്യഭാഷ പറഞ്ഞാൽ മാത്രമേ ഉത്സാഹമുള്ളൂ. സ്വോത്രം 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 സ്വോത്രം. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്വോത്രം ചെയ്യാൻ കഴിയുമോ? ഈ പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിട്ടിരിക്കുക. നമ്മെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നതിൻ്റെ തെളിവാണ് പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുകയാ. നാം ഇനി നമ്മൾക്കുള്ളവരല്ല, താങ്കൾക്കുള്ളവരല്ല, നാം കർത്താവിൻ്റെ വകയാണ്. അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ഇന്നല്ല നാളെ, സ്തോത്രം, അഡ്വാൻസ് തുക വാങ്ങിച്ചതുപോലെ ഇന്നല്ല നാളെ കർത്താവിന് അവകാശപ്പെട്ട ദൈവസഭയെ, തൻ്റെ ജനത്തെ കൊണ്ടുപോകാൻ താമസം ഇന യേശു കർത്താവ് മടങ്ങി വരാൻ പോകുകയാ. അതിന് നമ്മോട് മുന്നോടിയായി ഈ ആത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. അവൻ നമ്മെ മുദ്ര വെച്ചിരിക്കുന്നു. ഈ മുദ്ര ഉള്ളതിനെ തൊടാൻ ആർക്കും സാധ്യമല്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ KSEBയുടെ ഒക്കെ ചില പോസ്റ്റുകളുണ്ട്, തേക്കിൻ്റെ ഒക്കെ തടിയുണ്ട്, ഒത്തിരി പഴകിയൊക്കെ കിടക്കുക. വിറകില്ലെന്നും പറഞ്ഞ് ആരും എടുത്തുകൊണ്ട് പോയി കത്തിക്കത്തൊന്നുമില്ല. അത് വീട്ടിൽ വിറകില്ലെന്നും പറഞ്ഞ് KSEBയുടെ മണ്ണോട് മണ്ണാകാറായി കിടക്കുന്ന തടിയൊക്കെ ആയിരിക്കാം. പക്ഷെ ആരും എന്ത് ചെയ്യത്തില്ല, എടുത്തോണ്ട് പോകത്തില്ല. എടുത്തോണ്ട് പോയ വിവരം അറിയും. അതിൻ്റെ സീൽ അതിൻ്റെ മേലുണ്ട്. ദൈവപൈതലെ, ഇന്ന് പകൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് പറന്നു പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകാൻ പാടില്ല. ഞാനിത് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വളരെ പ്രസിദ്ധനായ ഒരു അഭിഷിക്തനുണ്ട്. പേരൊന്നും പറയാൻ പറ്റത്തില്ല, പേര് പറഞ്ഞ പ്രശ്നമാവും. വളരെ പ്രസിദ്ധനായ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഈ ദാവീദിനെ കുറിച്ച് ഇങ്ങനെ ഘോരമായിട്ടൊന്നും പറയേണ്ട. അന്നത്തെ കാലഘട്ടത്തിൽ ദാവീദ് രാജാവ് മറ്റൊരാളുടെ ഭാര്യയെ, ഭർത്താവിനെ കൊന്നിട്ടൊരു മറ്റൊരാളുടെ ഭാര്യയെ എന്ത് ചെയ്തു? കൂട്ടത്തിൽ നിർത്തി. ഇത് വലിയൊരു കാര്യമായിട്ടൊന്നും നടക്കേണ്ട ഒരു നാട്ടുനടപ്പാണ്. ഏത്? വേറെ ആളുടെ ഭാര്യനെ, ഭർത്താവിനെ കൊന്നിട്ട് വേറെ ആളുടെ ഭാര്യനെ കൂട്ടത്തിൽ നിർത്തുന്നത് അന്നത്തെ കാലഘട്ടങ്ങളിലെ ഒരു നാട്ടുനടപ്പാണ്. നിങ്ങൾ വലിയതായിട്ടൊന്നും പ്രസംഗിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാനും ഈ സന്ദേശം കേട്ടു, പേര് പറയാൻ പറ്റത്തില്ല. വളരെ പ്രസിദ്ധനാണ്. എൻ്റെ മാതൃസഭയിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന, ഞാൻ രക്ഷിക്കപ്പെട്ടത് IPC ചർച്ചില്ല, ആ സഭയിലുണ്ടായിരുന്ന, പേര് പറയാൻ പറ്റുന്നത്, ഞാൻ അറിയണമെന്ന് രഹസ്യമായിട്ട് എന്നോട് ചോദിച്ചാൽ പേര് ഞാൻ പറയും. വളരെ പ്രസിദ്ധനാണ്. അപ്പം ഇത് ഞാനും കേട്ടു, എനിക്കും വല്ലാതെ അസ്വസ്ഥതയും. അത് നാട്ടു നടപ്പാണോ? സത്യത്തിൽ ഞാൻ വീട്ടിൽ ചെന്ന് ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ
നാട്ടു നടപ്പായിട്ടല്ല ദൈവം ഇതിനെ കണ്ടത്. ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ ആ ക്ഷണത്തിൽ ദാവീദിൻ്റെ വീട്ടിലേക്ക്, ദാവീദ് പാർക്കുന്ന കൊട്ടാരത്തിലേക്ക് ഒരു പ്രവാചകനെ ദൈവം പറഞ്ഞയച്ചു. നാഥാൻ പ്രവാചകൻ ചെന്ന് ദാവീദിന്റെ പാപബോധം വെളിപ്പെടുത്തിയപ്പോൾ അങ്ങനെ ഉരുത്തിരിഞ്ഞു എഴുതിയ സങ്കീർത്തനമാണ് 51-ാമത്തെ സങ്കീർത്തനം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നേരെ ചൊവ്വേ ജീവിച്ചില്ല എങ്കിൽ ഈ നമ്മുടെ മേൽ വെളിപ്പെട്ട ഈ അഭിഷേകം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. സ്തോത്രം. ഈ അടുപ്പത്തിരിക്കുന്ന കഞ്ഞി തിളച്ച പാത്രം വാങ്ങുമ്പോൾ ഒരു അല്പസമയം കൂടി എന്തു ചെയ്യും? തിളയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ നിന്നു പോവും. ഇപ്പം പെന്തക്കോസിനകത്തെല്ലാം നിന്നുകൊണ്ടിരിക്കുക, ഇതെല്ലാം തിന്നു. നമ്മളങ്ങ് ഊഹിക്കുക എൻ്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന്. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം പറയും, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, ശോധന ചെയ്യുവീൻ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടോ എന്ന് ഓരോ ദിവസവും നാം ഉറപ്പാക്കിക്കോണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടോണം. സ്തോത്രം. ഈ രാത്രിയിലും ഈ ഉപവാസ പ്രാർത്ഥന അതിനായി തീരട്ടെ. ഈ എൻ്റെ ആയുസിൻ്റെ കുറഞ്ഞ കാലയളവിൽ 21 ദിവസം ഞാനൊരു 25-30 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട് ഫുള്ളായിട്ട്. അതിശോക്തി പറഞ്ഞല്ല കേട്ടോ. രണ്ടായിരത്തി ഒൻപത് തൊട്ട് 2026 വർഷം വരെ ഈ ജാനുവരി മാസവും 1-ാം തീയതി മുതൽ ചില ദിവസങ്ങളോളം വേറിട്ടിട്ട് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ എല്ലാ ലക്ഷ്യം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന നാം ദൈവസന്നിധിയിൽ വിശുദ്ധരായി തീരുക എന്നുള്ളതാണ്. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരായി തീരുക എന്നുള്ളതാണ്. 40 ദിവസം 3 തവണ എന്നൊക്കെ കൂടുതൽ ഉപവസിച്ച ആളുകൾ ഇരിപ്പുണ്ട്. ഫുള്ളായിട്ട് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ 3 പ്രാവശ്യം. ഇനിയിപ്പോൾ അത് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരീരത്തിൻ്റെ ബലഹീനതകളൊക്കെ വർദ്ധിച്ചു വരികയാണ്. സ്തോത്ര. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന നാം അവൻ്റെ സന്നിധിയിൽ എന്തായി തീരണം? വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ മേൽ വെളിപ്പെട്ട ഈ അഭിഷേകം, ദൈവസന്നിധിയിൽ വന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ എല്ലാ സന്ദർഭത്തിലും ക്ലിയർ ആക്കണം. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം പറയുന്നുണ്ട്, ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എന്ന് പറഞ്ഞ് എൻ്റെ ശരീരത്തെ, ഓശാന ബൈബിൾ പറയുന്നു, എൻ്റെ ശരീരത്തെ ഞാൻ മെരുക്കുക, ശരീരത്തെ മെരുക്കുക. സ്തോത്രം. ഈ പ്രാർത്ഥന കൊണ്ട് നാം അതാ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഭൗതിക വിഷയത്തിനകത്ത് ദൈവം വിടുതലുകളെ തന്നുകൊണ്ടേയിരിക്കും. നാം വിശുദ്ധരായി മാറിക്കഴിയുമ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ട വഴികൾ, വാതിലുകളൊക്കെ ദൈവം തുറന്നു തരും. എത്ര പേര് ആമേൻ പറയും? എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ രാത്രിയിൽ? എൻ്റെ വിഷയത്തിന്മേൽ ഈ അത്ഭുതങ്ങളെ ചെയ്യുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ രാത്രിയിൽ? നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, വിശുദ്ധിയിലേക്ക് വർദ്ധിച്ചു വരുമ്പോൾ, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, വചനധ്യാനത്തിലേക്ക്, സുവിശേഷീകരണത്തിലേക്കൊക്കെ നാം നമ്മെ തന്നെ ഒന്നും കൂടെ മോൾഡ് ചെയ്ത് വർദ്ധിപ്പിച്ചു വരുമ്പോൾ നമുക്ക് ലഭ്യമാകേണ്ട വഴികളും വാതിലുകളൊക്കെ സ്വർഗത്തിലെ ദൈവം അതിനകത്ത് തന്നെ തുറന്നു തരാൻ വിശ്വസ്തനാണ്. എല്ലാ വിഷയത്തും നാം പ്രാർത്ഥിച്ചാണ് ദൈവം മറുപടി തന്നെ ഒന്നുമല്ല. എത്രയോ നല്ല ശ്രേഷ്ഠകരമായ മറുപടി നിലച്ചിരിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത കർത്താവ് എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ നൽകി തന്നെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്തില്ലേ? ആ കർത്താവ് ഇന്ന് രാത്രി നമ്മോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഈ പ്രാർത്ഥന മാറട്ടെ. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ നോക്കുക, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പൗലോസ് പറയുന്നു, അത് നിങ്ങൾ തിരിച്ചറിയണം. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൾമാറിയവരെ പോലെയാകും. ഇസ്രായേലിൽ 1-ാമത്തെ രാജാവായി ശൗല് ഒരു നാണംകുണിയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ്റെ മേൽ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ആൾ മാറി. സ്തോത്രം. ആൾ മാറിയവനെ പോലെയാക്കാൻ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുന്ന അഭിഷേകമുണ്ട്. അത് വന്നു കഴിഞ്ഞ് നമ്മുടെ സ്ഥിതി മാറും. പ്രിയരെ, എത്ര പേർ ഇന്ന് രാത്രി ആമേൻ പറയൂ?
എത്ര പേർക്ക് ഈ രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രിയിൽ? ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്താൻ ഈ രാത്രിയിലും കർത്താവിന് കഴിയും. പൗലോസ് അതിൻ്റെ ആ ആകത്തുക ക്രിസ്തുവിൽ സംഭവിക്കപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞ് ഞാൻ വാക്ക് അവസാനിപ്പിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ശക്തി എന്ത് ചെയ്യുന്നത്? വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വിശ്വാസത്തോടെ 10-18 വർഷം ചികിത്സിച്ച് ഉള്ള പൈസ മുഴുവനും നഷ്ടപ്പെട്ട ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി എങ്ങനെയോ വാക്ക് കേട്ടു. യേശു എന്ന് പറയുന്ന ഒരാളുണ്ട്, യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലെ തൊട്ടാൽ എൻ്റെ എനിക്ക് സൗഖ്യമുണ്ടാകുമെന്ന് ആ സഹോദരി വിശ്വസിച്ചുകൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ തിക്കി തിരക്കി യേശുവിനെ കണ്ടു പറയാൻ ആ സഹോദരി വന്നത്. പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. പക്ഷേ ആ സഹോദരിയുടെ അകത്ത് കിടക്കുന്ന വിശ്വാസം ആർക്കും കെടുത്താൻ കഴിഞ്ഞില്ല. അകത്ത് തിളയ്ക്കുന്ന വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് സഹോദരി ചെല്ലുകയാ. അവള് ചെല്ലുന്ന സമയത്ത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലയൊന്ന് തൊട്ട നിമിഷത്തിൽ തന്നെ യേശു പറയുന്നു, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന്. ഈ രാത്രി നാം ഇവിടെ ഇരുന്ന് കസേരയിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി കൊടുക്കുമ്പോൾ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അവന്റെ വസ്ത്രത്തിന് തൊങ്ങലെ തൊട്ടാൽ പ്രസംഗിക്കുന്ന ഉപദേശി അറിയാതെ തന്നെ ഒരു ദൈവശക്തിയുടെ വ്യാപാരം നമ്മുടെ ശരീരത്തിന് മേൽ അനുഭവിക്കാൻ കഴിയും. അത് നമ്മുടെ രോഗത്തിന്റെ മേൽ, നമ്മുടെ കെട്ടുകളുടെ മേൽ ഈ ശക്തിയുടെ വ്യാപാരം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. എത്ര പേർ ചേർന്ന് ഈ രാത്രി സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? പ്രസംഗിക്കുന്ന ഉപദേശി അറിയണ്ടെന്ന് വിശ്വാസത്തോടെ തൊടാൻ കഴിയുമോ? ആ പുനരുത്ഥാനത്തിന് ശക്തി ഈ രാത്രി നമ്മുടെ മൺകൂടാരങ്ങളിലേക്ക് അനുഭവിച്ച ഈ രാത്രി മടങ്ങാവോ? അല്പസമയം ചേർന്ന് കരങ്ങൾ തട്ടി ഇന്ന് രാത്രി രാത്രിയിലും പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തി ഇന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രോഗസൗഖ്യമുണ്ട്, ഇന്നും അത്ഭുതമുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? ഈ രാത്രി വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറയാൻ കഴിയുമോ? നമ്മുടെ ശരീരത്തിന് മേൽ ഈ സൗഖ്യം അനുഭവിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ശിഷ്യന്മാരിത് കേട്ടിട്ട് പറയുന്നു കർത്താവിനോട്, ഗുരു, ആളുകൾ ഇങ്ങനെ തിക്കി തിരക്കുകയാ, ഇതിന്റെ ഇടയിൽ എങ്ങനെ തിരിച്ചറിയും അങ്ങയെ തൊട്ടയാൾ ആരാണെന്ന്? പക്ഷെ കർത്താവ് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. തൊട്ടവർക്ക് സൗഖ്യമായി. രാത്രി തൊടുന്നവർക്ക് സൗഖ്യമാ, തൊടുന്നവർക്ക് വിടുതല. അതിനകത്തൊരു രസകരമായൊരു ചിന്ത, യേശുവിനെ ഒത്തിരി ആളുകൾ മുട്ടിയിരിക്കുക, പക്ഷേ അവരാരും എന്തറിഞ്ഞില്ല? സൗഖ്യം അറിഞ്ഞില്ല. അവരാരും ദൈവശക്തി അറിഞ്ഞില്ല. പക്ഷേ വസ്ത്രത്തിന് തൊങ്ങലെ തൊട്ടവൾ സൗഖ്യം പ്രാപിച്ച് വീട്ടിൽ പോയി. ഇന്ന് പെന്തിക്കോസുകാർ മുട്ടിയിരിക്കുന്നു പറഞ്ഞിരിക്കുക, ഒന്നും അനുഭവിക്കുന്നില്ല. ഞങ്ങൾ മുട്ടിയായിരിക്കുന്നത് ആ പുരുഷാരത്തെ പോലെ നമ്മൾ ഇന്ന് മുട്ടിയിരിക്കുക, പക്ഷെ നമുക്കൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഡയറക്റ്റ് മുട്ടാതെ വസ്ത്രത്തിന് തൊങ്ങലെ തൊട്ട് ഒരു സഹോദരി സൗഖ്യം പ്രാപിച്ച് വീട്ടിലോട്ട് പോയെന്ന് ബൈബിൾ പറയുന്നത്. ഈ രാത്രി മുട്ടിയിരിക്കുന്ന അഭിമാനിക്കാതെ ആവശ്യബോധത്തോടെ ഇന്ന് രാത്രി കർത്താവിന് വസ്ത്രത്തെ തൊടാൻ കഴിയുമോ? അവർ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കും. അവർ ഇന്ന് രാത്രി അത്ഭുതം ചെയ്യും. അവർ ഇന്ന് രാത്രി അനുഭവിക്കും നന്മ അനുഭവിച്ചേ മടങ്ങൂ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുക. എന്നിട്ട് ശക്തിയുടെ വലിപ്പത്തെക്കുറിച്ച് പൗലോസ് അടുത്തത് പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 27-ാം അധ്യായം
62 വാക്യം തൊട്ട് വായിക്കാമോ? ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം, മത്തായി 27:62 മുതൽ. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ ജീവനോട് ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട്. മതി, നമുക്ക് ഭാഗങ്ങളെല്ലാം പരിചിതമാണ്. യേശു കർത്താവ് മരിച്ചു. യേശുവിൻ്റെ ശവശരീരം, യേശു മരിക്കുന്നത് ഈ റോമൻ പടയാളികൾ വന്നിരുന്നതിന് സാധാരണ ക്രൂശിക്കപ്പെട്ട ഒരാൾ മരിക്കേണ്ട സമയമുണ്ട്. ആ സമയത്തിന് മുൻപ് തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവ് തൻ്റെ പ്രാണൻ പോയിരുന്നു. പ്രാണൻ പോകാതെ വരുമ്പോൾ അവൻ്റെ അസ്ഥികളെ ഒടിച്ചിടും. ബൈബിൾ പ്രവചനമുണ്ട്, അവൻ്റെ അസ്ഥികളൊന്നും എന്ത് ചെയ്യത്തില്ല, ഒടിയത്തില്ല. പ്രവചനത്തിനൊന്നൊരു മാറ്റവുമില്ല, അക്ഷരം പ്രതി നിറവേറുകയാണ്. അവർ പ്രതീക്ഷിച്ച സമയത്തിനപ്പുറത്ത് തന്നെ യേശു തൻ്റെ പ്രാണനെ വെടിഞ്ഞു. കുറച്ച് സമയോടെ കഴിഞ്ഞാൽ ശബത്ത് ആരംഭിക്കുക. ശബത്ത് ആരംഭിച്ച കഴിഞ്ഞാൽ പിന്നെ അവർ അശുദ്ധമായ വസ്തുക്കളൊന്നും ചെയ്യാതെ ഒന്നും തൊടാറില്ല. അതിനു മുൻപ് യേശുവിൻ്റെ ശവശരീരം ക്രൂശിൽ നിന്ന് ഇറക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, സത്യത്തിൽ കർത്താവിൻ്റെ കൂട്ടത്തിൽ 3.5 വർഷം 12 ശിഷ്യന്മാർ നടന്നു. ഒരാൾ പോയി, 11 പേര് ബാക്കിയുണ്ടല്ലോ. ഈ 11 പേര് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് യേശുവിൻ്റെ ശവശരീരം ക്രൂശിൽ നിന്ന് എന്ത് ചെയ്യണം, ഇറക്കണമായിരുന്നു. അതാ ചെയ്യേണ്ടത്. പക്ഷെ ഇവർ പേടിച്ച് ഭയന്നിരിക്കുക. യേശുവിൻ്റെ ക്രൂശിക്കപ്പെട്ട ഒരാളാണ്. യേശുവിൻ്റെ മരണം സമ്പന്നന്മാരോടുകൂടി ആയിരുന്നു. അത് തന്നെയല്ല, ക്രൂശിൽ കിടന്ന യേശുവിൻ്റെ ഭൗതിക ശരീരത്തെ കഴുകന്മാരൊക്കെ വന്ന് കൊത്തിപ്പറിക്കും. അങ്ങനെ അവിടെ ഇരിക്കാൻ പാടില്ല. ശബത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് ക്രൂശിൽ നിന്ന് ഈ ഭൗതിക ശരീരം ഇറക്കണം. ആരുണ്ട്? 11 പേര് പേടിച്ചിരിക്കപ്പെടുമ്പോൾ ആര് ഈ മിനിസ്ട്രിക്ക്, ഈ ശുശ്രൂഷ ഇത് നിർവഹിക്കാൻ ആരുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാനുകളൊന്നും തകർന്നടിയില്ല പ്രിയരെ. മാർക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് ഓർമ്മ ശരിയാണ്. ആ വാക്യം ഇങ്ങനെയാണ്: വൈകുന്നേരമായപ്പോൾ വായിച്ചു ശബ്ബത്തിന്റെ തലേനാളായ ഒരുക്കനാൾ ആകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമഥ്യയിലെ യോസേഫ് വന്ന് ധൈര്യത്തോടെ പദം ഇങ്ങനെയാണ് പറയുന്നത്, ധൈര്യത്തോടെ അരിമഥ്യക്കാരനായ യോസഫ് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് ധൈര്യത്തോടെ. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് പേടിയാ. എന്തു പേടി? അദ്ദേഹം മന്ത്രിയാ. യേശുവിനെ സപ്പോർട്ട് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മന്ത്രിസ്ഥാനം പോക്കാം. അതുവരെ യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായിരുന്നു അരിമത്തക്കാരനായ യോസഫ്. പക്ഷേ ദൈവത്തിന് ടൈമായപ്പോൾ ആ മനുഷ്യന്റെ അകത്ത് ഭരിച്ചിരുന്ന ഭയം മാറി. അവിടെ എന്ത് പ്രവേശിച്ചെന്നറിയാമോ? ധൈര്യം പ്രവേശിച്ചു. എന്തിനാണെന്നറിയാമോ? ഒരു പ്രവചനത്തിന് നിവർത്തി വെളിപ്പെടേണ്ടതിന്, ഒരു വാഗ്ദത്ത നിവർത്തി വെളിപ്പെടേണ്ടതിന്, ദൈവത്തിന് സ്തോത്രം മാസ്റ്റർ പ്ലാൻ നിവർത്തിക്കപ്പെടേണ്ടതിന് പേടിത്തൊണ്ടനായ അരിമത്തക്കാരനായ യോസഫിന്റെ അകത്ത് ഒരു ധൈര്യം പകർന്ന് നേരെ പീലാത്തോസിന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ട്, ഞാൻ പറയുന്നു ആത്മാവ മനുഷ്യനെ പറഞ്ഞു വിട്ട് പീലാത്തോസിനോട് പറയുന്നു, എനിക്ക് യേശുവിന് ശവശരീരം വേണം. എന്തിനാണെന്നറിയാമോ? യേശുവിന് നല്ല ഒരു അടക്കം കൊടുക്കാൻ. യേശുവിന് ശവശരീരം ക്രൂശിൽ കിടക്കേണ്ടതല്ല. അവന്റെ മിനിസ്ട്രിയും പദ്ധതികളും പൊളിയാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് ഈ രാത്രി മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന്റെ പദ്ധതികൾ തകർന്നടിയത്തില്ല. നമ്മെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പദ്ധതികൾ തകർന്നടിയാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനെ നിവർത്തിക്കാൻ കരുത്തുള്ളൊരു കർത്താവ് ഈ രാത്രി നമ്മോടൊപ്പമുണ്ട്. പീലാത്തോസിനോട് ധൈര്യത്തോടെ ചെന്ന് യേശുവിനെ ശവശരീരം വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിക്കോദിമോസും ചേർന്ന് തൻ്റെ പുതിയ കല്ലറയ്ക്കകത്ത് ഈ ധനവാനായി മനുഷ്യൻ യോസഫ് പുതിയ കല്ലറയ്ക്കകത്ത് യേശുവിൻ്റെ ശവശരീരം നിക്കോദിമോസ് ചേർന്ന്
ശബത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് നല്ല അടക്കം കൊടുത്തു. ഒക്കെ ദൈവത്തിൻ്റെ പ്ലാനിങ്ങിൽ, ടൈമിങ് ഇതെല്ലാം നടക്കും. എത്ര പേർക്ക് രാത്രി ആമേൻ പറയും? ദൈവത്തിൻ്റെ സമയം 119 സങ്കീർത്തന വാക്യം ഇങ്ങനെയാണ്: യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട് പ്രിയരെ. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. ആ സമയത്തെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. അത് ആ സമയത്ത് സംഭവിക്കപ്പെടുക തന്നെ ചെയ്യും. വേഗത്തിൽ യോസഫും ചേർന്ന് നിക്കോദിമോസും ചേർന്ന് യേശുവിനെ നല്ല അടക്കം കൊടുത്തു. അടക്കമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കുറെ പരീശന്മാർ പറഞ്ഞു, ആ ചതിയൻ ജീവനോടെ ഇരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു: ഞാൻ മരിക്കും, കൊല്ലപ്പെടും, 3-ാം നാൾ എന്തു ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഇന്ന് രാത്രി ദൂത് പറയാം. അതിനകത്ത് നിന്ന് ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങളും ദൂതുകളും നാം മറന്നാലും പിശാച് മറക്കത്തില്ല. അതിൻ്റെ സമയമാകും. അത് പ്രാപിക്കപ്പെടാതിരിക്കാൻ അവൻ ബ്ലോക്ക് ചെയ്യും. അതല്ലേ മോശയുടെ ജനന സമയത്ത് ഇസ്രായേൽ മക്കൾക്ക് ജനിക്കുന്ന സകല ആൺകുഞ്ഞുങ്ങളെ നൈൽ നദി എറിഞ്ഞ് കൊല്ലാൻ ഒരു പദ്ധതി ഫറവോൻ ആവിഷ്കരിച്ചു. അതിൻ്റെ ഇടയിൽ മോശയെ ദൈവം ജനിപ്പിച്ചു. അവൻ വളർന്നു. ദൈവത്തിൻ്റെ പദ്ധതിയെ തടയാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ പ്ലാനിനെ തടയാൻ സാധ്യമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്ലാൻ നിശ്ചയിച്ചിട്ടുണ്ടോ? അതിനെ തച്ചുടയ്ക്കാൻ, നകർക്കുവാൻ, നശിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. നോക്കിക്കേ, സ്തോത്ര, യേശു പറഞ്ഞ വാക്കുകളെല്ലാം ഈ പരീശന്മാരും ഒക്കെ ഓർത്തിരുന്നിട്ട് പീലാത്തോസിനോട് പറഞ്ഞു, ആ ചതിയൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഏതായാലും അവരുടെ നോട്ടത്തിൽ യേശു ഇനി എന്ത് ചെയ്യാൻ പോകത്തില്ല, ഉയർക്കാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ എങ്ങാനും അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് ഈ ശവശരീരം മോഷ്ടിച്ചിട്ട് നാട് നീളെ പറഞ്ഞു നടക്കും. യേശു എന്തു ചെയ്തു? ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ ഇടവരും. അതുകൊണ്ട് നിങ്ങളാലാവുന്നോളം നമുക്ക് കല്ലറ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. സ്തോത്രം. യേശു ഉയർത്തില്ലെന്ന് അവർക്ക് നല്ല ബോധ്യമാണ്. പക്ഷേ എങ്ങാനും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് നാട് നീളെ പറയും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് പീലാത്തോസ് അനുമതി കൊടുത്തു. നിങ്ങളാലാവോളം കല്ലറ ഉറപ്പാക്കിക്കൊള്ളുക, നിങ്ങളാലാവോളം ഉറപ്പിച്ചുകൊള്ളുക. പട്ടാളത്തെ നിർത്തി വലിയ കല്ലുരുട്ടി വെച്ചു. യേശുവിൻ്റെ കല്ലറ ബന്ധോസാക്കി വെച്ചിരിക്കുക. ഇനി ഒരു കാരണവശാലും യേശു പുറത്തു വരത്തില്ല. അങ്ങനെ റോമൻ ഗവൺമെന്റ് യേശുവിൻ്റെ കല്ലറയെ ബന്ധോസാക്കി വളരെ സീൽ ചെയ്ത് ആ കല്ലറ നല്ല കൃത്യമായി ഉറപ്പാക്കി വെച്ചിരിക്കുകയാ. പക്ഷെ യേശുവിന് ഉയർത്തേ പറ്റൂ. യേശുവിന് ഉയർത്തേ പറ്റൂ. രണ്ട് സഹോദരിമാർ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഒരുക്കി വെച്ച സുഗന്ധവർഗമായി കല്ലറയിലോട്ട് പോകും. ഇവർ ഈ അടക്കിയതും അതിന് ശേഷമായി കല്ല് ഉരുട്ടി വെച്ചതൊക്കെ ഇവർ കാണുക. അപ്പം അവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് പോരുകയാണ്, ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. തമ്മിൽ പറഞ്ഞുകൊണ്ട് വരികയാണ്. തമ്മിൽ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം കല്ലറയിൽ നോക്കിയപ്പോൾ അവിടെ കല്ലറയിൽ കല്ല് ഉരുട്ടിയത് കാണുകയാണ്. സ്തോത്രം. തമ്മിൽ പറഞ്ഞ് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെയൊക്കെ നടുവിൽ ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ഇടപെടൽ വെളിപ്പെടുമെന്ന് ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. സ്തോത്രം. തമ്മിൽ പറഞ്ഞ് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ പോലും ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അങ്ങനെ കല്ലറ ഉറപ്പാക്കി. ഓരോ കാരണവശാലും യേശു ഉയർക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രതികൂലം എത്ര ശക്തമാണോ അത്രയ്ക്ക് വലിയ വിടുതൽ സംഭവിക്കും, അത്രയ്ക്ക് വലിയ അത്ഭുതം നടക്കും. ഒരീച്ചയ്ക്ക് പോലും ആ കല്ലറയിലോട്ട് അടുക്കാൻ കഴിയത്തില്ല. ഒരീച്ചയ്ക്ക് പോലും. റോമൻ പട്ടാളക്കാരവിടെ നിൽക്കുക, എല്ലാ നിലകളിൽ ബന്ധോസാക്കിയിരിക്കുക. പക്ഷേ യേശുവിന് ഉയർത്തേ പറ്റൂ. സംഭവിച്ചത് കേൾക്കണം. നമുക്കറിയാം, മത്തായി 28:1-2 വാക്യങ്ങൾ. ശബ്ബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയും മറ്റേ മറിയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. ബന്ധോസ് വളരെ ശക്തമാണ് അവരുടെ പ്രതിരോധം. ആർക്കും വന്ന് ഉരുട്ടി മാറ്റാൻ കഴിയത്തില്ല. അപ്പോൾ സ്വർഗം ഇടപെട്ടു. ഈ ഭൂമിയെ തമ്പുരാൻ ചെറുതായിട്ടൊന്ന് കുലുക്കി.
ഉരുട്ടി വെച്ച കല്ലും പട്ടാളക്കാർ ഏത് ഓട്ടം വഴി ഓടിയെന്നറിയത്തില്ല. പ്രതികൂലം എത്ര ശക്തമാണോ അത്ര വലിയ ദൈവപ്രവൃത്തി നമ്മെ തേടി വരും. എത്ര ബന്ധോസാക്കി വെച്ചാലും ദൈവത്തിന് ടൈം ആയുമ്പോൾ അത് വിട്ടുകൊടുത്തേ പറ്റത്തുള്ളൂ. ആ കല്ലറയ്ക്കകത്തേക്ക് പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചു. അപ്പോസ്തലപ്രവൃത്തി പറയുന്നു, മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു, മരണപാശങ്ങളെ അഴിച്ചു എന്ന് വായിക്കുന്നു. പൗലോസ് എഴുതുമ്പോൾ പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ക്രിസ്തുവിലും വ്യാപരിച്ചു. ആ കല്ലറയ്ക്കകത്തേക്ക് പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചു. ആ കല്ലറകളെ ഭേദിച്ചുകൊണ്ട്, റോമൻ ഇമ്പീരിയ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കാനിടയായെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവവേദന ഏതെല്ലാം തടസ്സങ്ങളും പ്രതിബന്ധങ്ങൾ നമ്മുടെ മേൽ കൊണ്ട് പിശാചിട്ടാലും അതിനെ പൊട്ടിച്ചു ദൈവത്തിന് സമയമാകുമ്പോൾ പുറത്തു കൊണ്ടുവരാൻ കരുത്തുള്ളൊരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ അകത്തുണ്ട്. എത്ര പേർ പ്രാർത്ഥിക്കാനിടയായി തരും, കർത്താവേ എൻ്റെ മേൽ ആ പുനരുത്ഥാനത്തിന് ശക്തി ഈ രാത്രി ഒന്ന് വ്യാപരിക്കണമേ, ആ ദൈവശക്തി എൻ്റെ മേൽ വെളിപ്പെടണമേ എന്ന് എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ഞാൻ എൻ്റെ വാക്കുകൾ ഈ രാത്രി വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുന്നു. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഏത് പ്രതിബന്ധങ്ങളെയും ഏത് പ്രതിസന്ധികളെയും പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത് ഒന്ന് വെളിപ്പെട്ടാൽ മതി. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, ആ കല്ലറയ്ക്കകത്ത് വ്യാപരിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ രാത്രി നമ്മെ ആൾ മാറിയവരെ പോലെ ആക്കി തീർക്കുവാൻ കഴിയുന്ന ആ ദൈവശക്തി ഇന്ന് രാത്രി നമ്മുടെ മേൽ വെളിപ്പെടാൻ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചുകൊണ്ട് അധരങ്ങളെ തുറന്ന് അല്പസമയം അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങുക, ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങുക. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, മരണപാശങ്ങളെ അഴിച്ച് വാഗ്ദത്ത പ്രകാരം യേശു കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കാനിടയായി. ആ തോട്ടത്തിനകത്ത് പ്രതിബന്ധങ്ങളെ പൊട്ടിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി പെട്ടെന്ന് സംഭവിക്കപ്പെട്ടെങ്കിൽ ഈ രാത്രി ദൈവമൈതലെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് നടുവിൽ പെട്ടെന്ന് ചില ദൈവപ്രവർത്തികൾ ഉണ്ടെന്ന്, പെട്ടെന്ന് ചില മറുപടികൾ ഉണ്ടെന്ന്, പെട്ടെന്ന് ചില വഴികൾ ഉണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ രാത്രി ദൂത് പറയുന്നു. അധരങ്ങളെ തുറന്ന് അല്പസമയം ഒരുമിച്ച് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? പെട്ടെന്ന് ചില ദൈവപ്രവർത്തികൾ, പെട്ടെന്ന് ചില വഴികൾ, പെട്ടെന്ന് ചില യാത്രകൾ, പെട്ടെന്ന് ചില സ്ഥിതികളെ വ്യത്യാസം വരുത്താൻ ഈ രാത്രി ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഈ രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ഈ രാത്രി ദൂത് പറയുന്നു. നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്മേൽ, നാളുകളായി മാസങ്ങളായി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേൽ പെട്ടെന്ന് ചില മറുപടികൾ നാളുകളായി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചിലതിന് ചില മറുപടികൾ ഉണ്ടെന്ന്, പെട്ടെന്ന് ചില ദൈവപ്രവൃത്തികൾ, പെട്ടെന്ന് ചില വഴികൾ. ഉടമന ശംഭര വൈഡമന യേശുവിൻ്റെ നാമത്തിൽ ചില പെട്ടെന്ന് ചില യാത്രകൾ, പെട്ടെന്ന് ചില ദൈവപ്രവർത്തികൾ, പെട്ടെന്ന് ചില വഴികൾ. സ്തോത്രം. നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ചില വഴികൾ, നാളുകളായി ബന്ധോസായി കിടക്കുന്ന യാത്രകൾ, വഴികൾ ഈ രാത്രി പെട്ടെന്ന് ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഈ രാത്രി ദൈവാത്മാവ് ദൂത് പറയുകയാ. യേശുവിൻ്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി ഈ രാത്രി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? പെട്ടെന്ന് ചില ദൈവപ്രവർത്തി പെട്ടെന്ന് ഇനി ആർക്കും തടയാൻ കഴിയത്തില്ല, ആർക്കും തടയാൻ കഴിയാത്ത നിലകളിലുള്ള പെട്ടെന്ന് ചില വഴികൾ, പെട്ടെന്ന് ചില ദൈവപ്രവർത്തികൾ, ഏത് പ്രതിബന്ധങ്ങളെ മറികടക്കാൻ കഴിയുന്ന ഒരു ഭൂകമ്പം യേശു കർത്താവിന് വേണ്ടി പിതാവ് തന്റെ പുത്രനെ ഉയർപ്പിക്കാൻ ആ മണ്ണിൽ വെളിപ്പെടുത്തിയതുപോലെ നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന പ്രതിബന്ധങ്ങളുടെ മേൽ പെട്ടെന്ന് ചില വഴികൾ, പെട്ടെന്ന് ചില ദൈവപ്രവർത്തികൾ ഉണ്ടെന്ന്
ഈ രാത്രിയിൽ ദൈവാത്മാവ് എന്നോട് രാത്രി ദൂത് പറയാൻ പറയുന്നു. ചിലരോട് ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. പെട്ടെന്ന് ചില ദൈവപ്രവർത്തികളുണ്ട് പ്രിയപ്പെട്ടവരെ. നാളുകളായി പ്രാർത്ഥിച്ചതിന് പെട്ടെന്ന് ചില ദൈവപ്രവർത്തികൾ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ രാത്രി ഒരുമിച്ച് ദൈവാത്മാവ് ദൂത് പറയും. എൻ്റെ കണ്ണുകളടയ്ക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമയം അതിക്രമിച്ചിരിക്കും. ഒരുമിച്ച് കണ്ണുകളടച്ചാട്ടെ. ഒരുമിച്ച് ദൈവ പ്രവർത്തിക്കായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവിനോട് പറയും, നിനവേ പട്ടണത്തിൽ യോനയെ നിർത്തിയതുപോലെ പട്ടണങ്ങളുടെ നടുവിൽ ദൈവനാമത്തിന് വേണ്ടി ഉയർത്താൻ, കർത്താവിനെ പ്രസംഗിക്കപ്പെടുവാൻ, പട്ടണത്തിന് അനേക അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ എന്ന് പറയുന്നത് പോലെ പട്ടണങ്ങളുടെ നടുവിൽ ദൈവാത്മാവ് നിർത്തുമെന്ന് ആടി ഉലഞ്ഞ പ്രതിസന്ധികളുടെ നടുവിൽ അതിന് തീരത്തെത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ രാത്രി ദൈവാത്മാവശമായി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അവരവന്റെ പേരുടെ വടി തളിർത്തതുപോലെ 12 വടി വെച്ചു. ആ വടിയുടെ കൂട്ടത്തിൽ അഹരോന്റെ പേരുണ്ടായിരുന്നു. ആ വടി തളിർത്തു, അത് പൂത്തു കായ്ച്ചു. മത്സരികൾക്കൊരു അടയാളമാക്കി തീർക്കാൻ ഇന്ന് രാത്രി ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ആ പേരുള്ള വടിയെ ദൈവം തളിർപ്പിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ ഒറ്റ രാത്രി കൊണ്ട് ചില ദൈവപ്രവൃത്തിയുണ്ട്. ഒരു രാത്രി ഉണർന്നെഴുന്നേൽക്കുമ്പോൾ യോസഫിന് കയറാൻ രഥമൊരുക്കപ്പെട്ടു. മൊർദെഖായി കയറാൻ രഥമൊരുക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് സ്ഥിതികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന്, മാറി മറിഞ്ഞും യാത്രകൾ ഒരുക്കപ്പെടുന്നത് പോലെ, വഴികൾ തുറക്കപ്പെടുന്നത് പോലെ പട്ടണനാട് നിർത്തുമെന്ന് ഈ രാത്രി ആവശ്യത്തിനോട് ആത്മാവ് ഈ രാത്രി ദൂത് പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന വാക്കി അവസാനിപ്പിക്കുന്ന എല്ലാ കണ്ണ ദിവസം അടയട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ അടിപാടി എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ചേർന്ന് പാടി ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ എനിക്കറിയാം യോഗം തീരേണ്ട സമയമായിരിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ ബോലാത്മാവേ അമിത ബലം തരണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വീണ്ടും നമുക്ക് വണക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ, ദൈവശബ്ദങ്ങളുടെ മുൻപിൽ രാത്രിയിൽ നമുക്ക് നമ്മെ തന്നെ വീണ്ടും സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ഹല്ലേലൂയ എന്നുള്ള വചനം ദൈവം നമ്മെ കേൾപ്പിക്കുവാനിടയായി. നമ്മുടേതായ ജീവിതത്തിൽ ദൈവം ഒന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്, അനുദിനം നാം വിശുദ്ധരായി തീരുക, നിഷ്കളങ്കരായി തീരുക. അബ്രഹാമിനോട് ദൈവം പറയുവാനിടയായി, നീ എൻ്റെ മുൻപാകെ നിഷ്കളങ്കനായി നടക്കണമെന്ന്.
വീണ്ടും ദൈവത്തിൻ്റെ വചനം എഫേസ്യ ലേഖനത്തിൽ നിന്ന് നമ്മോട് അറിയിപ്പാനിടയായി. ഹാലലൂയ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമെന്ന്. നിരാത്തിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ഒരളവറ്റ വലിപ്പമുണ്ട്. അത് നമ്മിൽ വ്യാപരിച്ച് അത് സൗഖ്യമായി, വിടുതലായി, വിശുദ്ധ ജീവിതമായി, നിഷ്കളങ്കമായ അനുഭവങ്ങളായി കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ നമ്മിൽ വെളിപ്പെടേണ്ടതിനായി ഇന്ന് രാത്രി കാലം കേട്ട വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നു, അതുപോലെ ഹല്ലേലൂയ അത് ക്രിസ്തുവിലും വ്യാപരിച്ചു എന്ന് നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. മരിച്ച് അടക്കപ്പെട്ട കർത്താവിനെ ഹല്ലേലൂയ പുറത്തു വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പാക്കിയെങ്കിലും ഹല്ലേലൂയ ക്രിസ്തുവിലും ആ ശക്തി വ്യാപരിച്ചുകൊണ്ട് പിതാവായ ദൈവം പുത്രനെ ആ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാനിടയായി. ആ ഉയർപ്പിന്റെ ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. ആ ശക്തിയുടെ ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദിവസങ്ങൾ ശക്തമായി മുൻപോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിക്കാം. രാത്രി കാലം കർത്താവിന്റെ ദാസനെ ശക്തമായി ദൈവം കരങ്ങളിൽ എടുപ്പാനിടയായല്ലോ. കർത്താവിന്റെ ദാസനിലൂടെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്ന വിശുദ്ധിയും നിഷ്കളങ്കതയും അനുഭവങ്ങളും നമ്മുടെ മധ്യയിൽ ഈ ദിവസങ്ങൾ പകർന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അത് നമ്മിൽ വ്യാപരിച്ച് ഹല്ലേലൂയ നാമം ആ ഉയർപ്പിന് അനുഭവമുള്ളവരായി ഹല്ലേലൂയ നമ്മിൽ ആത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ആത്മാവിനെ ദൈവം നമുക്ക് അച്ചാരമായി തന്നിരിക്കുന്നു എന്നുള്ള ദൈവവചനം പോലെ കർത്താവിന്റെ വരവിങ്കൽ ആത്മാവിനാൽ നാം ഉയർത്തെഴുന്നേൽക്കുവാനിടയാകേണ്ടതിന് രാത്രി കാലം കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ തന്റെ ശുശ്രൂഷയെ ഹല്ലേലൂയ സ്തോത്രം പാമ്പാടിയിലുള്ള സഭയെ ദൈവം അനുഗ്രഹിപ്പാൻ, തന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിപ്പാൻ, തന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ, തലമുറകളെ അനുഗ്രഹിപ്പാൻ എല്ലാ നിലകളിലും കർത്താവ് തന്നെ വഴി നടത്തേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശേഷാൽ ഉപവാസരായിരിക്കുന്ന എല്ലാവരെയും ബലപ്പെടുത്തുവാൻ വരും ദിനങ്ങളിലും നാളെയും മറ്റന്നാളുമുള്ള ഹല്ലേലൂയ യോഗങ്ങള്, ആരാധന, തിരുമേശ ശുശ്രൂഷ എല്ലാം ദൈവസന്നിധിയിൽ അനുഗ്രഹമാകുവാൻ കർത്താവിന്റെ ദാസന്മാരെ ദൈവം നമ്മുടെ മധ്യ വീണ്ടും അയക്കുവാൻ എല്ലാ വിടുതലും അനുഗ്രഹവും നമ്മുടെ മധ്യ പകരുവാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി ഫർഡിനന്റ് മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. സ്തുതിക്കുന്ന കർത്താവ്, വസപ്രാർത്ഥനയുടെ 2ാം രാത്രികാലത്തേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. സ്തുതിക്കുന്ന കർത്താവ്, ദാസനിലൂടെ കേൾപ്പിച്ച ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് വിശുദ്ധീകരണം പ്രാപിപ്പാനോട് സഹായിക്കണമേ. ഹല്ലേലൂയ ഞങ്ങൾ നിഷ്കളങ്കരും വിശുദ്ധരുമായിരിക്കേണ്ടതിന് കർത്താവോട് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ഈ വാസവേളയിൽ വിശുദ്ധി ഏറ്റെടുക്കുവാൻ, അവിടെ ഞങ്ങളിൽ പകർന്ന ആത്മാവിൻ്റെ ശക്തിയെ പുതുക്കുവാൻ ഹല്ലേലൂയ കർത്താവിൽ വ്യാപരിച്ചതുപോലെ ഹല്ലേലൂയ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര വച്ചിരിക്കുമ്പോൾ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ അവിടുത്തെ വരവിങ്കൽ രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം സ്തോത്രം. ഹല്ലേലൂയ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സഭയ്ക്ക് ഈ വാസം വലിയ അനുഗ്രഹവും വിടുതലുമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ വിടുതലുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ സ്തോത്രം എന്ന് ഞങ്ങളോട് സംസാരിച്ചുവെങ്കിൽ ഭാരത്തോടായിരിക്കുന്ന ദൈവമക്കളുടെ വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി സ്തോത്രം വിവാസവേളയിൽ വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ ദൈവജനത്തെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ ഒരു പുതിയ ശക്തിയോടെ എഴുന്നേൽപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ സഹായിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നാളെയും മറ്റന്നാളുമായി നടക്കേണ്ട ശുശ്രൂഷകളെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ദാസന്മാരെ ശക്തീകരിച്ച് കർത്താവേ ജനത്തിനാവശ്യമായ
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലോചന പകർന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ബലപ്പെട്ട രണ്ട് കർത്താവിൻ്റെ ദാസന്മാരെയും കുടുംബങ്ങളായി ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വാസം ഹല്ലേലൂയ. അവരുടെ ശുശ്രൂഷകളിൽ വലിയ വ്യത്യാസവും വിടുതലുകളുമാക്കി ദൈവം അടന്ന് മാറ്റണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസ വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ, ആമേൻ. നാളെയും കൃത്യം 10:30 യോഗം ആരംഭിക്കും. കർത്താവ് ദാസൻ പ്രിൻസൺ ബേബി നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കും. എല്ലാ ദൈവജനവും പ്രാർത്ഥനയോടെ കടന്നു വരിക. പ്ലീസ് ഗോഡ്.